ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചന പഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന പഠനം ആരംഭിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയും തിരുസന്നിധിയിലായിരിക്കാൻ, തിരുവചനം പഠിപ്പാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയ വലിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിദൂരത്തിരുന്നും ഓൺലൈനായും സംബന്ധിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഈ സന്ദേശം തുടർന്ന് കേൾക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹകരമായി തീരുകയും ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ഹൃദയങ്ങളോടും ഇടപെടുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമാണല്ലോ, ജീവിപ്പിക്കുന്ന വചനമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും കീറി മുറിച്ച് ഞങ്ങളുടെ അസ്ഥിമജ്ജകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വചനം കർത്താവെ ഞങ്ങളുടെ ഉള്ളത്തോട് ഇടപെടുന്നതായി തീരുവാൻ കർത്താവ് സംഗതിയാക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിപ്പാനായിട്ട് ദൈവവചനം കേൾക്കുന്നത് മുഖാന്തരമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവെ, ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ, ബലഹീനരും ദോഷികളുമായ അടിയങ്ങള് കർത്താവെ അങ്ങയുടെ വചനത്തിന് ചുറ്റുമായിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും അടിയനായിരിക്കുമ്പോൾ ഇതിനെ ഒരു കുടലായി മാത്രം ഉപയോഗിക്കണം. അവിടുന്ന് മാത്രം മഹത്വം എടുക്കണം. സകല കൃപകളാലും നിറയ്ക്കണം. എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കിക്കാണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ അവസാനത്തെ അധ്യായം, 6-ാമത്തെ അധ്യായമാണ് നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. 6-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നത് ദൈവഭക്തിയെ ഒരു ആദായ മാർഗമാക്കി തീർക്കുന്ന ദുരുപദേശക്കാരെ കുറിച്ചാണ്. പ്രത്യേകിച്ചും അവരെ കുറിച്ചുള്ള മുന്നറിയിപ്പും അവരെ എപ്രകാരം ഒഴിച്ചു നിർത്തണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആജ്ഞകളും കമാൻഡ്സും തിമോഥെയോസിനെ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഓർത്തതുപോലെ എഫെസോസ് എന്ന് പറയുന്ന ഒരു വലിയ പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് 3 വർഷം താമസിച്ച് ശുശ്രൂഷ ചെയ്ത് സ്ഥാപിച്ചതായിട്ടുള്ള സഭയില് ഇപ്പോഴെ ശുശ്രൂഷകനായിരിക്കുന്ന തിമോഥെയോസ് അവിടെ എപ്രകാരം പെരുമാറണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ആ സഭയില് ഉള്ള പ്രത്യേകിച്ചും ദുരുപദേശക്കാര് നുഴഞ്ഞു വരുമ്പോൾ അവരെ എപ്രകാരം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവരെ എപ്രകാരം ഒഴിച്ചു നിർത്തണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, അത്യാഗ്രഹം മോഹമാണ് സകല ദോഷത്തിനും, ഇവിടെ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. വേദപുസ്തകം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. അപ്പൊ പണത്തോടുള്ള മോഹമാണെങ്കിലും, ജഡത്തോടുള്ള മോഹമാണെങ്കിലും, പ്രശസ്തിയോടോ ധനത്തോടോ ഉള്ള മോഹമാണെങ്കിലും, ഏത് മോഹമാണെങ്കിലും അത് പാപത്തിലേക്ക് നയിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഒരു സഭയിലെ ശുശ്രൂഷകരായിരിക്കുന്നവർ, സുവിശേഷം പ്രസംഗിക്കുന്നവർ, പണമോഹം, ധനമോഹം അല്ലെങ്കിൽ പ്രശസ്തിയെ കുറിച്ചുള്ള മോഹം അവരുടെ ഉള്ളിൽ കയറിയാൽ സംഭവിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് അവര് പ്രസംഗിക്കുന്ന സുവിശേഷത്തെ കോട്ടിമാട്ടി അല്ലെങ്കിൽ അതിനെ അവർക്ക് പണസമ്പാദനത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഉപദേശങ്ങൾ അവരെ കൊണ്ടുവരും. ദൈവവചനം പറയുന്ന ഉപദേശങ്ങളല്ല, ദൈവവചനം പഠിപ്പിക്കുന്ന ഉപദേശമല്ല. തങ്ങൾക്ക് എങ്ങനെങ്കിലും പൈസ കിട്ടണം, അല്ലെങ്കിൽ പ്രശസ്തി കിട്ടണം, അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ മോഹങ്ങൾക്ക് തൃപ്തി വരുവാൻ ഉതകുന്ന വിധത്തിൽ ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ, അങ്ങനെയുള്ള സുവിശേഷകരെ ഇക്കാലത്തും അന്നത്തെ കാലത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മലയാളത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിരിക്കുന്നു. ഇംഗ്ലീഷിലെ ആ വാക്യം ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇപ്രകാരമാണ്: ഫോർ ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ. എല്ലാ വിധത്തിലുള്ള ദോഷത്തിനും മുഖാന്തരമായി തീരുന്നത് പണത്തോടുള്ള സ്നേഹം, ആഗ്രഹമാണ്, ഗ്രീഡാണ്, അത്യാഗ്രഹമാണ്. എന്നിട്ട് പറയുന്നു, സം പീപ്പിൾ ഈഗർ ഫോർ മണി ഹാവ് വാണ്ടേഡ് ഫ്രം ഫെയ്ത്ത് ആൻഡ് പിയേഴ്സ്ഡ് ദംസെൽസ് വിത്ത് മെനി ഗ്രീഫ്.
സം പീപ്പിൾ, ചില ആളുകൾ, ഈഗർ ഫോർ മണി, പണം സമ്പാദിക്കുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം കൊണ്ട്, ത്വര കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് അവരെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. പണം സമ്പാദിക്കണമെങ്കിൽ ദൈവവചനം പറയുന്നത് അനുസരിച്ച് പണസമ്പാദനം സാധിക്കുന്ന കാര്യമല്ല. ദൈവവചനം പണത്തോടുള്ള സ്നേഹത്തെ എപ്പോഴും, പ്രത്യേകിച്ചും മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായതിനെ ദൈവം വെറുക്കുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായി ദൈവവചനം പ്രസംഗിച്ചാൽ അതുകൊണ്ട് വലിയ പണക്കാരനാകാനോ ധനവാനാകാനോ ഒന്നും കഴിയത്തില്ല. ആവശ്യങ്ങൾ നടക്കും, കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചു തരുമെന്നല്ലാതെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനൊന്നും കഴിയത്തില്ല. അങ്ങനെ കഴിയണമെങ്കിൽ മനുഷ്യരുടെ മോഹങ്ങളെ കൂടെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ ചില പൊടിക്കൈകൾ ചേർത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ചിന്തിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ അവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റി ഉഴന്നു പോവുകയും മാത്രമല്ല അവര് തങ്ങളെ തന്നെ പലവിധ ദുഃഖങ്ങൾ കൊണ്ട് തുളയ്ക്കുകയും ചെയ്യുമെന്ന്, അല്ലെങ്കിൽ അവർക്ക് തന്നെ വലിയ ദുഃഖങ്ങളെ വരുത്തി വെക്കുകയും ചെയ്യും. നമുക്ക് അനേക സുവിശേഷകരെ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള അനേകർ നല്ല തുടക്കങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ധനമോഹം കയറി വന്നപ്പോൾ അവർ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളും ഒക്കെ തകർന്നു വീഴുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് തന്നെ അവർക്ക് ദുഃഖങ്ങൾ വരുത്തി വെക്കുകയാണ്. അതാണ് 3 മുതൽ 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 11-ാമത്തെ വാക്യം തൊട്ട് ഒരു ഫൈനൽ ഇൻസ്ട്രക്ഷൻ ആണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഒക്കെ വരുമ്പോൾ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, ബട്ട് യു man of God, flee from all this and pursue righteousness. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. അവിടെ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ വിളിക്കുക, നീയോ, യു ഓ തിമോത്തി, നീയോ ദൈവത്തിന്റെ മനുഷ്യൻ, യു മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യക്തമായി, നീ ഈ ദുരുപദേശക്കാരെ, പണസമ്പാദനത്തിനു വേണ്ടി മോഹങ്ങൾക്ക് അധീനരായി തീർന്ന് ദൈവവചനത്തെ കൂട്ടിമാട്ടുന്ന, തെറ്റായി വ്യാഖ്യാനിക്കുന്ന ദുരുപദേശക്കാരിൽ നിന്നും നീ എപ്പോഴും അകന്നു നിൽക്കണം. നീ ഒരു വ്യത്യസ്തനായിരിക്കണം എന്ന് തീമോഥെയോസിനെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. വ്യാജ ഉപദേശക്കാരും തീമോഥെയോസും തമ്മിൽ വ്യക്തമായൊരു വേർതിരിവുണ്ടെന്ന് പൗലോസിന്റെ നീയോ എന്നുള്ള ആ വിളിയിൽ തന്നെ, യു മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. അപ്പോ മറ്റുള്ളവര് അവര് ദൈവത്തെ അല്ല സേവിക്കുന്നത്, നീ ദൈവത്തിന്റെ മനുഷ്യനാണ്, നീ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നീ ദൈവത്തെയാണ് സേവിക്കുന്നത്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തില് നാം വായിക്കുന്നുണ്ട്, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നി. അപ്പൊ വേദോസത്തെ കോട്ടി മാട്ടി പണസമ്പാദനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവര് അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പണസമ്പാദനത്തിന് വേണ്ടി അവരുടെ ദൈവം എന്ന് പറയുന്ന വയറാണ്. നീ അങ്ങനെ ആയിരിക്കരുത്, നീ വ്യത്യസ്തനായിരിക്കണം. യു ആർ എ മാൻ ഓഫ് ഗോഡ്. മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇവിടെ പുതിയ നിയമത്തിൽ തീമോഥെയോസിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ പലത്തും മോശെ, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ദൈവപുരുഷനായ മോശയ്ക്ക് ദൈവം കൊടുത്ത അരുളപ്പാട് എന്ന് പറയുന്നുണ്ട്. ദൈവപുരുഷനായ മോശ, അതൊരു പ്രത്യേക ടൈറ്റിൽ തന്നെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവപുരുഷൻ, ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, ദൈവഭക്തനായ വ്യക്തി. അതുപോലെ ശമൂവേലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്. പിന്നെ ഏലിശായെ കുറിച്ചും 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിലും ദൈവപുരുഷന്റെ അടുക്കൽ പോയി എന്നൊക്കെ നാം വായിക്കുന്നു. ദൈവപുരുഷൻ എന്നുള്ള ഒരു വിളിപ്പേര് അല്ലെങ്കിൽ ഒരു ടൈറ്റില് ഇവിടെ തീമോഥെയോസിന് ലഭിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനം. ദൈവവചനം. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനാണ് ദൈവവചനം പ്രയോജനപ്പെടുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് തീമോഥെയോസിനോട് പറയുകയാണ്, മറ്റനേകര് ദുരുപദേശവുമായിട്ട് വരുമ്പം
യു മസ്റ്റ് ബി ഡിഫറെന്റ് ഫ്രം ഓൾ അതേഴ്സ് ഹു ആർ ഈഗർ ഫോർ മേക്കിംഗ് മണി. പണം സമ്പാദിക്കാൻ ഓടി നടക്കുന്ന അനേകരെ നിനക്ക് നിന്റെ ചുറ്റുപാടും കാണുവാനായിട്ട് കഴിയും. എന്നാൽ നീ അവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. നീ ഈ ദുരുപദേശങ്ങൾക്ക് ഇട കൊടുക്കരുത്. ഈ മോഹങ്ങളുടെ പിന്നാലെ പായുന്നവരെ പോലെ നീ ആകരുതെന്ന് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. ഫ്ലീ ഫ്രം ഓൾ ദീസ്. ഇതിൽ നിന്ന് വിട്ടോടുക. ഫ്ലീ എന്ന് പറഞ്ഞാൽ വിരഞ്ഞോടുക എന്ന അർത്ഥം എന്ന് പറയും. ഇപ്പൊ നമ്മളെ ഒരു പട്ടി കടിക്കാൻ വന്നാല് നമ്മൾ ഓടുന്നതും ഒരു എന്താ ഒരു സാധാരണ ഓട്ടോ ഓടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓടുന്നു? പേടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് ആഞ്ഞു ഓടും, എങ്ങനെങ്കിലും അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു ഓട്ടം. ആ ഓട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീയോ അത് വിട്ടോടണം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. താഴോട്ട് ആ വാക്യം വായിക്കുമ്പോൾ, നീയോ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഒന്നിനെ വിട്ടിട്ട് മറ്റൊന്നിനെ, യു ഫോളോ ദിസ്. ഫ്ലീ ഫ്രം ദ ലവ് ഓഫ് മണി ആൻഡ് ഓൾ കവച്വസ്നെസ്. ദ്രവ്യാഗ്രഹത്തിൽ നിന്നും മറ്റെല്ലാ മോഹങ്ങളിൽ നിന്നും നീ വിട്ടോടണം. എന്നാൽ നീ ഇതിനെ ഫോളോ ചെയ്യണം, നീ ഇതിനെ പിൻപറ്റണം. എന്തൊക്കെയാ പിൻപറ്റേണ്ടത്? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. പിന്നെ പറയുന്നു, യു ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തെ ഒരു പോരാട്ടത്തോടാണ് എപ്പോഴും ഉപമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ താന് നീറോ കൈസറുടെ വാളിനാൽ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയതായിട്ടുള്ള ലേഖനമാണല്ലോ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട്, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. നല്ല പോർ പൊരുതു ഒരു പോരാട്ടമാണ്. മരിക്കുന്നത് വരെയും ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ്. ചില സഭകളിലൊക്കെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒടുവിൽ ബോഡി കൊണ്ട് ശവക്കല്ലറയുടെ അടുത്ത് വെച്ച് അത് അവസാനം ശുശ്രൂഷയുടെ അവസാനം പാടുന്നൊരു പാട്ടാണ്, കലാശിച്ചു കടോര പോർ, ക്രിസ്തു താൻ ജയാളിയായി. കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ വലിയൊരു പോരാട്ടം കഴിക്കുകയായിരുന്നു. അതുപോലെ ഓരോ വിശ്വാസിയും ഒരു വലിയ പോരാട്ടത്തിന്റെ മുഖത്താണ്. ഇവിടെ പറയുന്നു, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. പൗലോസിന് പറയുവാനായിട്ട് കഴിഞ്ഞു, ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതു. ഇനിയും പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലും അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അവിടെ ഒരു പോരാട്ടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അവിടെയും ആ ഒരു യുദ്ധക്കളത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സർവായുധവർഗം, പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. ഇപ്പോ പ്രിയമുള്ളവരെ, നാം ഓർക്കേണ്ടത്, ഒരു വിശ്വാസി എപ്പോ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ ആ നിമിഷം മുതൽ പിശാച് അവന്റെ വലിയ പ്രഖ്യാത ശത്രുവായിട്ട് മാറുകയാണ്. നേരത്തെ അവന് ശത്രുത്വം ഉണ്ടായിരുന്നു, ഇപ്പോഴ് ആ ശത്രുത്വം വളരെ ഇരട്ടിച്ചു. കാര്യം, ഒരുത്തൻ ദൈവ പൈതലായി കഴിഞ്ഞു. ഇപ്പൊ പിശാച് പ്രധാന ശത്രുവാണ്. പിശാചിന്റെ അധീനതയിലുള്ള ഈ ലോകം തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ള ഒരു വലിയ പോരാട്ടം നമ്മോട് എടുക്കും. അപ്പൊ ലോകം നമ്മുടെ ശത്രുവാണ്. പിന്നെ നമ്മുടെ ജഡം തന്നെ പാപ സ്വഭാവത്തിന് അധീനമായിരുന്നത് കൊണ്ട് ആ ജഡത്തോടുമുള്ള ഒരു പോരാട്ടത്തിലാണ്. ഓരോ വിശ്വാസിയും, വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്, നോട്ട് ഇൻ എ പ്ലേ ഗ്രൗണ്ട്. നമ്മളൊരു പോർക്കളത്തിലാണ്, നമ്മൾ ഒരു കളിക്കളത്തിലല്ല. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. വിശ്വാസത്തിന് നല്ല പോർ പൊരുത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഈ അവസാന ശ്വാസം വരെയും പിശാച് നമ്മെ എതിർക്കുവാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ്
വേദപുസ്തകം പറയുന്നു, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. മരണപര്യന്തം, മരിക്കുന്നത് വരെയും ആ ഒരു പോരാട്ടം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. വെളിപ്പാട് പുസ്തകം വ്യക്തമായിട്ട് അത് ഓർപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെ ദൂതിലും അതിന്റെ ഒടുവിൽ എപ്പോഴും പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാന് ഈ കിരീടം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരുപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പൊ ജയിക്കുന്നവന്, ഓവർകമേഴ്സ്, ഒരു ജയം ജീവിതം പ്രിയമുള്ളവരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ തീമോഥെയോസിനോട് പറയുന്നത്, നീ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സഭയുടെ ചുമതലക്കാരൻ എന്നുള്ള നിലയിലും നീ എപ്പോഴും നല്ല പോരാട്ടം കഴിക്കുന്നവനായിരിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. ലോകത്തിന്റെ മോഹങ്ങളോട്, ലോകത്തിന്റെ ചിന്താഗതികളോട്, ലോകത്തിന്റെ താല്പര്യങ്ങളോട് വിട്ടോടുന്നവനായിരിക്കണം. ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടോടുന്നവനായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഒരു മൃഗം നമ്മെ ആക്രമിക്കാൻ വന്നാൽ, ഒരു പട്ടി കടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു സിംഹം, ഒരു പുലി ഇട്ട് നമ്മെ ഓടിക്കുന്നെങ്കിൽ നാം എപ്രകാരം അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഓടുന്നുവോ അതുപോലെ ഓടണം. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അറിയാതെ അലഞ്ഞ് ചുറ്റി തിരയുകയാണ്. അപ്പോ ഒരു സിംഹം എന്ന പോലെ പിശാച് വരുമ്പോൾ നാം ഓടി രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ഓട്ടത്തെ കുറിച്ച് ഫിലിപ്പി ലേഖനത്തിലും പറയുന്നു. ഫിലിപ്പി ലേഖനത്തിൽ 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാനെല്ലാം ചവറെന്ന് എണ്ണുന്നു. പിന്നെ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടും. അപ്പൊ പൗലോസ് എപ്പോഴും ഒരോട്ടത്തോട്, ഈ പോരാട്ടത്തിൽ നമുക്കറിയാം, ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന പടയാളി ഓടി ഒളിക്കേണ്ടവനല്ല, അത് ശരിയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്ന് അവൻ ഓടി മാറേണ്ട ആവശ്യമുണ്ട്. അവനെ ആക്രമിക്കുവാൻ ഒരു വലിയ കൂട്ടം ശത്രുക്കൾ വരുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് അവൻ പ്രാണരക്ഷാർത്ഥം അവിടുന്ന് ഓടി മാറും. അതൊരിക്കലും അവന്റെ ഭീരുത്വത്തിന്റെ ലക്ഷണമല്ല, അവന് ബുദ്ധിമാനായതുകൊണ്ട്. ചിലപ്പോൾ പിശാച് എല്ലാ കെണികളും ഒരുക്കി വെക്കും. നമുക്കറിയാം, യോസഫിന്റെ കാര്യം അറിയാം. യോസഫ് പൊത്തിഫേറിന്റെ വീട്ടിലെ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷ ചെയ്തപ്പോൾ യോസഫിനെ വീഴ്ത്തുവാനായിട്ട് പൊത്തിഫേറിന്റെ ഭാര്യയെ പിശാച് ഉപയോഗിക്കും. അവള് വളരെ അവനെ വശീകരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ പലപ്പോഴും എതിർത്ത് നിന്നു. എന്നാൽ അവസാനം അവിടുന്ന് അവന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു, വസ്ത്രം വിട്ടേച്ച് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ആ ഓട്ടം ഭീരുത്വത്തിന്റെ ലക്ഷണമല്ല, ആ ഓട്ടം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരോട്ടമാണ്, വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരോട്ടമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വിട്ടോടേണ്ടി വരും. ചില ബിസിനസ് വിടേണ്ടി വരും, ചില കൂട്ടുകാരെ വിടേണ്ടി വരും, ചില കമ്പനി വേണ്ടാന്ന് വെക്കേണ്ടി വരും, ചില സ്റ്റേജ് വേണ്ട, എനിക്ക് പ്രശസ്തിക്കുള്ളതൊന്നും വേണ്ട, എനിക്ക് കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയാൽ മതി എന്ന് തീരുമാനിക്കേണ്ട. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇങ്ങനെ വല്ല വിധേനയും പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. നമ്മൾക്ക് ഈ ലോകത്തിന്റെ പ്രശസ്തിയും ലോകത്തിന്റെ ലക്ഷറീസും ആഡംബരങ്ങളും ലോകം നമ്മെ മോഹിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളും എല്ലാവരും അംഗീകരിക്കുന്ന, പൗലോസിന് അത് പറയുവാനായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ജഡത്തിൽ ആർക്കെങ്കിലും ആശ്രയിക്കാനുണ്ടെങ്കിൽ എനിക്ക് മറ്റെല്ലാവരെക്കാളും അധികമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ അല്ലേ. പിന്നെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശൻ, സഭയെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഒത്തിരി എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതെല്ലാം ചവറെന്ന് എണ്ണുവാൻ പ്രിയമുള്ളവരെ വിട്ടോടണമെങ്കിൽ ചിലപ്പോൾ വലിയ നേട്ടം ഉണ്ടാക്കുന്നതായിരിക്കും, വലിയ ലാഭം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ
അത് വിട്ടോടിയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പോരാട്ടത്തിൽ ചില കാര്യങ്ങൾ ഒരു പടയാളി ധൈര്യപൂർവം പിശാചിനോടും ലോകത്തോടും ജഡത്തോടും എതിർത്ത് നിൽക്കണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടതായിട്ടുണ്ട്. ചിലത് വേണ്ടാന്ന് വെക്കുവാൻ, എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുവാൻ, പിമ്പിലുള്ളതിനൊക്കെ മറന്നുകൊണ്ട്, മുമ്പുണ്ടായിരുന്ന നേട്ടങ്ങളും മുമ്പുണ്ടായിരുന്ന പ്രശസ്തിയും മുമ്പെല്ലാവരും അംഗീകരിച്ചതും ഒക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനോ യേശുവിനെ നോക്കി ആ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ പറയുന്നത് യു ഫ്ലീ, യു ഫോളോ ആൻഡ് യു ഫൈറ്റ്. വിരഞ്ഞോടുക, ഇതിനെയൊക്കെ പിന്തുടരുക, എന്നിട്ട് നീ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. എന്തിനെയൊക്കെ പിൻപറ്റുവാനാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പറയുന്നു യു ഫോളോ റൈച്വസ്നെസ്. നീ നീതിയെ പിന്തുടരുക. നീതി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റൈച്വസ്നെസ് ഹിയർ മീൻസ് പേഴ്സണൽ ഇന്റഗ്രിറ്റി, വ്യക്തി ജീവിതത്തിലെ വിശ്വസ്തത. നമ്മളിപ്പോഴും യോസഫിന്റെ കാര്യം ചിന്തിച്ചതേ ഉള്ളൂ. യോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യോസഫ് പൊത്തിഫറിന്റെ ഭാര്യയോട് പറയുകയാണ്, എന്റെ യജമാനൻ ഈ വീട്ടിലുള്ള എല്ലാം എന്നെ വിശ്വസ്തയോടെ, എന്നെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുക. നിന്നെ ഒഴിച്ച് ബാക്കി ഒന്നും എനിക്ക് വിരോധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്കിൽ, ഞാൻ നിന്റെ പ്രലോഭനത്തിന് വഴങ്ങുകയാണെങ്കിൽ ഐ എം സിന്നിങ് അഗൻസ്റ്റ് ഗോഡ്. ഞാൻ ദൈവത്തോട് പാപം ചെയ്യും. പ്രിയമുള്ളവരെ, ആ ചിന്ത എപ്പോഴും ഭരിക്കുമ്പോഴാണ് നീതിപൂർവം ജീവിക്കുവാനായിട്ട് കഴിയും. ഏത് പാപവും ദൈവത്തിനെതിരായിട്ടുള്ളതാണ് എന്ന് ചിന്തിച്ചാൽ ഒരുത്തന്റെ പറമ്പിൽ കിടക്കുന്ന ഒരു തേങ്ങ നമ്മൾ എടുക്കത്തില്ല. ഉദ്യോഗസ്ഥരാണെങ്കിൽ കൈക്കൂലി വാങ്ങത്തില്ല. ആരും കാണാത്ത സാഹചര്യങ്ങളിൽ ചില തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ എന്നെ കാണുന്ന ദൈവം ഉണ്ടെന്നുള്ള ഒരു ചിന്ത അവിടെയാണ്. തുടർന്ന് പറയുന്നുണ്ട് ദൈവഭക്തി, ഗോഡ്ലിനെസ് എന്ന് പറയുന്ന അത് തന്നെയാണ്. ഫിയർ ഓഫ് ഗോഡ്, ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവം എന്നെ കാണുന്നു. ഏത് കാര്യത്തിലും വ്യക്തി ജീവിതത്തിലെ വിശ്വസ്തതയാണ് നീതി എന്ന് പറയുന്നത്. നമ്മൾ പിന്തുടരേണ്ടത്. ഈ നല്ല പോരാട്ടത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതി എന്ന കവചം, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്വസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തുണ്ടാകേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ മുൻഭാഗത്ത് എന്താ ഉണ്ടാകേണ്ടത്? ബ്രസ്റ്റ് പ്ലേറ്റ്. നമ്മുടെ നെഞ്ചിനെ കവർ ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തെ കവർ ചെയ്യുന്നത് നീതിയായിരിക്കണം, ഒരു പേഴ്സണൽ ഇന്റഗ്രിറ്റി. ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകൾ എന്തെല്ലാം തെറ്റുകൾക്ക് പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അവിടെ നീതിപൂർവ്വം നിൽക്കാനായിട്ട് കഴിയുമ്പോൾ ആ നീതി, ആ നെഞ്ചത്തിന് പിശാച് ഏത് വാളുകൊണ്ട് വെട്ടിയാലും ഏക്കത്തില്ല. കാരണം നീതി എന്നുള്ള വലിയൊരു കവചമാണ്. പിശാചിന്റെ ഏത് ആക്രമണവും നേരിടുവാൻ ഹൃദയത്തെ സൂക്ഷിക്കുവാനാണ് നീതി എന്ന കവചം ആവശ്യമായിരിക്കും. അപ്പം ഇന്റഗ്രിറ്റി ഓഫ് ദ ഹാർട്ട്, ഇന്റഗ്രിറ്റി ഓഫ് ദ പേഴ്സൺ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ വിശ്വസ്തത, അതിനെ പിൻപറ്റുവാനായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, ചിലര് അല്ലേ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലതൊന്നും ചില കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യത്തില്ല. പക്ഷെ പൊതുവിന്റെ പണമാണെങ്കിൽ ഇത് ആരെങ്കിലും തന്നതാണെന്ന് ചിന്തിക്കാതെ തന്നെ അതെടുത്ത് കണ്ടമാനം ലക്ഷറിക്ക് വേണ്ടി ചെലവ് ചെയ്യും. സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അവിടെ എല്ലാം വിശ്വസ്തത കാക്കണം. പൊതുവിന്റെ പണം, സർ വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, അദ്ദേഹത്തെ കുറിച്ച്, സർ ഡോക്ടർ എം വിശ്വേശ്വരയ്യ, അദ്ദേഹം കന്നഡക്കാരനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം ഗവൺമെന്റിൽ ഒരു വലിയ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് കേട്ട് കാണുമായിരിക്കും. ഒരു ട്രെയിൻ ഒരു പാലത്തേലെ പോകുമ്പം അദ്ദേഹം അടുത്ത സ്റ്റേഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു, ആ പാലം ഇപ്പൊ തകരുമെന്ന്. അദ്ദേഹം പറഞ്ഞ പോലെ ആ പാലം തകർന്നെന്നൊക്കെ അത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പോട്ടെ, അദ്ദേഹം ഗവൺമെന്റിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോ ഗവൺമെന്റിൽ എഞ്ചിനീയർ ആയിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് മെഴുകുതിരി കൊടുക്കും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുവാൻ, സന്ധ്യ കഴിഞ്ഞിരുന്ന് വർക്ക് ചെയ്താൽ.
അപ്പൊ ഗവൺമെന്റിന്റെ മെഴുകുതിരി ഒരു പ്രത്യേക നിറമുള്ള മെഴുകുതിരി. എന്നാ അല്ലാതെ വാങ്ങിക്കുന്നത് സാധാരണ മെഴുകുതിരി. നമുക്കറിയാമല്ലോ, മണ്ണെണ്ണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നീല മണ്ണെണ്ണ അല്ലെ, പൊതുവിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നത് വെള്ള മണ്ണെണ്ണ. അതുപോലെ അന്ന് ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന മെഴുകുതിരിയുടെ നിറം ചുവപ്പായിരുന്നു. മറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മെഴുകുതിരി വെള്ള നിറമാണ്. അപ്പൊ അദ്ദേഹം ഗവൺമെന്റ് പണി ചെയ്യുമ്പോൾ ഈ ചുമന്ന മെഴുകുതിരി കത്തിച്ചു വെച്ചാണ് ഗവൺമെന്റിന്റെ ജോലി ചെയ്യുന്നത്. ആ വെട്ടത്തിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ എപ്പോ ഗവൺമെന്റിന്റെ പണി തീർക്കുമോ അന്നേരം ഈ ചുമന്ന മെഴുകുതിരി അങ്ങെടുത്തു കിടത്തിയിട്ട് താൻ സ്വന്തം പണം കൊണ്ട് വാങ്ങിച്ച വെള്ള മെഴുകുതിരി കത്തിച്ചു വെച്ച് മാത്രമേ സ്വന്തം ആവശ്യങ്ങളെ നിർവഹിക്കുകയുള്ളൂ. നമ്മള് ഒരു മെഴുകുതിരിയുടെ കാര്യത്തിൽ പോലും ഇത്രയും വിശ്വസ്തത പുലർത്തുവാൻ ആ മനുഷ്യന് കഴിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവര്, നമ്മള് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ, സുവിശേഷ വേലക്കാര് സഭയിലായിരിക്കുമ്പോൾ നമ്മൾ ലഭിക്കുന്ന പണം എന്തിനെല്ലാം ചെലവഴിക്കുന്നു. അത് എപ്രകാരം സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മത പുലർത്തുമോ അതുപോലെ വേണം അനേകരെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന പണവും ചെലവഴിക്കാൻ. അത് ഏത് കാര്യത്തിലാണെങ്കിലും, ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ. നമ്മുടെ വിശ്വസ്തത, അതിനെ നാം പിന്തുടരണം. ദൈവം മുമ്പാകെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കത്തില്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായത്തില് ദാസന്മാരെ ഉപദേശിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാൽ അല്ല, ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിരിക്കും. ഡു ദ വിൽ ഓഫ് ഗോഡ് ഫ്രം ദ ഹാർട്ട്. നമ്മൾ ഏത് കാര്യം ചെയ്താലും ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. മനുഷ്യർ കാണുമ്പം അവരുടെ അപ്ലോസ് കിട്ടാൻ, അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെയല്ല. ഇത് ദൈവ ഇഷ്ടമാണ്, ഇത് ദൈവത്തിന്റെ ഹിതമാണ്. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ദൈവത്തെയാണ് സേവിക്കുന്നത്, മനുഷ്യരെ അല്ല. ഞാൻ ദൈവത്തോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടതെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുന്നതായിരിക്കണം നീതിപൂർവമായ പ്രവർത്തനം എന്ന് പറയുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് നീതി ഭക്തി എന്ന് പറയുന്നത്, ഗോഡ്ലിനെസ്. പറഞ്ഞല്ലോ, യോസഫിന് ദൈവത്തെ കുറിച്ചുള്ള ഒരു വലിയ ഭയമുണ്ടായി. ഹാഗാർ പറയുന്ന പോലെ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അവന്റെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഏത് നിസ്സാര വാക്കും, ഞാൻ ചെയ്യുന്ന ഏത് ചെറിയ പ്രവൃത്തിയും എന്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവനാണെന്നുള്ളതാണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത്. പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല, ഓരോ നിമിഷവും 24 മണിക്കൂറും എല്ലാ ദിവസവും ദൈവ ഭയത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തി. അത് പള്ളിയിലായിരിക്കുമ്പോഴും, പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും, കൂട്ടായ്മയിലായിരിക്കുമ്പോഴും, ബൈബിൾ ക്ലാസ്സിലായിരിക്കുമ്പോഴും അല്ല, നമ്മള് മാർക്കറ്റിലായിരിക്കുമ്പോഴും, ബസ്സിൽ കയറുമ്പോഴും, മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ദൈവം എന്നെ കാണുന്നു. ആ ദൈവ ഭയത്തോടെ ദൈവത്തോട് കണക്ക് കൊടുക്കണമെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്നവനായിരിക്കും. മൂന്നാമതായിട്ട് പറയുന്നു, വിശ്വാസത്തെ പിന്തുടരുക. നമുക്കറിയാം, തീമത്തിയോസ് വിശ്വസിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടത്, അല്ലേ? പിന്നെ പറയുന്നു വിശ്വാസത്തെ പിന്തുടരുക എന്ന് പറയും. വിശ്വാസത്തെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ ഇവിടെ പറയുന്നുണ്ട്, പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം അതിനായി നീ അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവെന്ന്. അപ്പൊ ഹി മെയ്ഡ് എ പബ്ലിക് കൺഫെഷൻ ഓഫ് ഹിസ് ഫെയ്ത്ത്. തന്റെ വിശ്വാസം അവൻ അനേകരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞവനാണ് തീമത്തിയോസ്. ഇനി പിന്നെ പറയുകയാണ് വിശ്വാസത്തെ പിന്തുടരുക. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പോരാട്ടം തന്നെയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയും. എങ്ങനെയാണ് വിശ്വാസത്തില് നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. അപ്പോ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉരുവാക്കിയത് കർത്താവാണ്. ആ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നതും ആരാണ്? കർത്താവ് തന്നെയാണ്. ഓഥർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാരനെയാണ് ഓഥർ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് കർത്താവാണ്. അതിനെ ഹീ ബ്രിങ്സ് ഇറ്റ് ഇൻ ടു കംപ്ലീഷൻ, അതിന് പൂർത്തി വരുത്തുന്നതും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവനെ നോക്കി വേണം ആ വിശ്വാസത്തിൽ
ദിനംതോറും വളരുവാനായി. ഇപ്പൊ വിശ്വാസത്തിന്റെ അളവ് പലർക്കും വ്യത്യസ്തമാണ്. നാം രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. എന്നാൽ ദിനംതോറും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവത്തില് നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയണം. 1 പത്രോസ് 1:4 നാം വായിച്ചാൽ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 1:4, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യകാലത്തിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ നാം ഇവിടുന്ന് പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെടും, രക്ഷിക്കപ്പെടും പാപത്തിന്റെ സാന്നിധ്യത്തിൽ. അതിനായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അന്ന് നാം പ്രാപിക്കും. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അത്രയും മതി. അപ്പൊ എങ്ങനെയാണ് നമ്മളെ അവസാനം വരെയും കാക്കുന്നത്? വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടും. ഇങ്ങനെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നത്, who through faith are shielded by God's power. വിശ്വസിച്ച ഒരു ദൈവ പൈതലിനെ വീഴാതെ സൂക്ഷിക്കുന്നത്, അവസാനം വരെ കാക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തണം. അതിനെന്താ വേണം? വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, വിശ്വാസത്തോടെ ഓരോ ചുവടുകളും വയ്ക്കുവാൻ, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഇന്ന് രാവിലത്തെ മെഡിറ്റേഷൻ കേട്ടവര് ആ വാക്യം ചിന്തിച്ച് കാണുമായിരിക്കും, കേട്ടിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യർ 2:4. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം, അങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. അത്രയും മതി. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. പലപ്പോഴും നമ്മളൊരു മാനുഷിക ജ്ഞാനത്തിലാണ് വിശ്വാസത്തെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരു വിൽ പവറിൽ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. ഞാൻ എന്തോ വന്നാലും, അല്ലേ? പത്രോസ് അങ്ങനെ ചെയ്തു. പത്രോസ് പറഞ്ഞു, ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. തോമസ് പറഞ്ഞു, അവനോടുകൂടെ മരിപ്പാൻ നാമും പോകാം എന്നൊക്കെ പറഞ്ഞു. ആര് തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പോ. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിങ്ങളുടെ വിശ്വാസം പോകാതിരിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അപ്പോ സാത്താൻ എപ്പോഴും വിശ്വാസത്തിൽ നിന്ന് നമ്മിലുള്ള വിശ്വാസം എടുത്തു കളവാൻ ശ്രമിക്കുകയാണ്. അത് ശ്രമിക്കുമ്പോഴും ദൈവത്തോട് അനുവാദം, അവനെ ആ ഒരു പരീക്ഷയിലൂടെ കടത്തിവിട്, അവന് ഈ ഒരു പ്രശ്നം കൊടുക്ക്, അവന്റെ വിശ്വാസം ഇപ്പൊ ഞാൻ തകർത്ത് കളയാം അവനെ, അല്ലേ എന്നെപ്പോഴും സാത്താൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും. ചില പരീക്ഷകൾ ദൈവം അനുവദിക്കും, എന്നാൽ സഹിപ്പാൻ കഴിയാത്ത പരീക്ഷയൊന്നും അനുവദിക്കത്തില്ല. എന്നാൽ തന്നെയും നമ്മെ കാക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം, നിങ്ങളുടെ വിശ്വാസത്തിന് മാനുഷിക ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഫെയ്ത്ത് മൈറ്റ് നോട്ട് റെസ്റ്റ് ഓൺ മാൻസ് വിസ്ഡം ബട്ട് ഓൺ ഗോഡ്സ് പവർ. മനുഷ്യന്റെ ബുദ്ധിയിലല്ല വിശ്വാസം റെസ്റ്റ് ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ശക്തിയിലായിരിക്കും. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൽ ദിനംതോറും വളരുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പറയുന്നത്, നീ അത് വിട്ടോടണം. ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം, ലോകത്തോടുള്ള ആഗ്രഹം എല്ലാം നീ വിട്ടോടി നീ ഇതിനെ പിന്തുടരണം. ഏതിനെയൊക്കെയാ? നീതി, ഭക്തി, വിശ്വാസം. മൂന്നാമത് പിന്നെ പറയുന്നത് സ്നേഹം. സ്നേഹത്തെ നീ പിന്തുടരണം. സ്നേഹത്തെ പിന്തുടരുക എന്ന് പറയുമ്പോൾ നമ്മൾ ശത്രുവിനോട് യുദ്ധം ചെയ്യണം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാര് തമ്മിൽ യുദ്ധം ചെയ്യരുത്. സഹോദരന്മാര് പിന്നെ എന്നാ ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ലവ് വൺ അനദർ ആസ് ഐ ലവ്ഡ് യു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അപ്പോ സ്നേഹം
നമ്മൾ ഒരാൾക്കൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു രോഗിയെ വഴിയിൽ കിടക്കുന്നത് കണ്ടു, അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, അവനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പട്ടിണി കിടക്കുന്ന ഒരാളിന് സഹായം ചെയ്യുമ്പോൾ, RCCയിലേക്ക് ക്യാൻസർ പേഷ്യൻസിന് സഹായം ചെയ്യുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താ? ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. മദർ തെരേസ എപ്പോഴും അത് പറയുമായിരുന്നു. ഞാൻ തെരുവിൽ കിടക്കുന്ന ഒരു അഗതിയെ കാണുമ്പോൾ ഞാൻ കർത്താവിന് എന്ന പോലെയാണ് അവനെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ടായിരിക്കണം അന്യോന്യം ശുശ്രൂഷ ചെയ്യേണ്ടത്. ആ ദൈവ സ്നേഹത്താൽ അത് പിൻപറ്റുന്നവരായിരിക്കണം. ആ പുതിയ കൽപ്പനയാണ് കർത്താവ് തന്നത്. ഇനിയും അടുത്ത രണ്ടെണ്ണം പിൻപറ്റുവാനായിട്ട്, പ്രത്യേകിച്ചും ഒരു സഭാ ശുശ്രൂഷകൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണ് ക്ഷമയും സൗമ്യതയും. അത് രണ്ടും ഇല്ലെങ്കിൽ തകർന്നു പോകും, അല്ലേ? ഒരു പള്ളിയിലെ അച്ഛനോ ഒരു പാസ്റ്റർക്കോ ഒരു സുവിശേഷനോ ഇടവ നടത്തുമ്പോൾ ക്ഷമയുമില്ല, സൗമ്യതയും ഇല്ലെങ്കിൽ, പൗലോസ് വ്യക്തമായിട്ട് പറയുക, ക്ഷമയും വേണം. ഇത് 2 എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, അത്യാവശ്യം വേണ്ട 2 ഗുണഗണങ്ങളാണ് ഒരു ദൈവ പൈതലിന്, ഒരു സെർവന്റ് ഓഫ് ഗോഡ്. എന്തിനു വേണ്ടിയാ? കാരണം പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും സഭയുടെ അച്ചടക്കത്തെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോഴും നമ്മൾ പലപ്പോഴും ഒരുത്തന് യോഗ്യനല്ലെന്ന് കണ്ട അവനെ അങ്ങ് പുറത്താക്കിയരെന്നുള്ള അഭിപ്രായക്കാരൻ. പക്ഷെ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എങ്ങനെയാ വായിക്കുന്നത്? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും. അപ്പൊ ചർച്ച് ഡിസിപ്ലിൻ, the purpose of the church discipline is restoration, not revenge. ഒരു സഭയുടെ ഇപ്പൊ ഒരു ഇടവക എഫെസോസിലെ സഭയിൽ ഒരു അച്ചടക്കം വേണം. അച്ചടക്കം, ഒരുത്തൻ തെറ്റ് ചെയ്തെങ്കിൽ എങ്ങനെ വേണം? അവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്. അതിന് ആ സഭാ ശുശ്രൂഷകന് ക്ഷമയും സൗമ്യതയും ഒക്കെ ആവശ്യമാണ്. പലപ്പോഴും പള്ളികളിലൊക്കെ ആരെങ്കിലും അവനെ അങ്ങ് വിട്ടേര്, അവനെ കൊള്ളുകയില്ല, അവനെ പുറത്താക്ക് എന്ന് പറയുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവത്തിന്റെ വചനം അതല്ല പറയുന്നത്. സൗമ്യതയുടെ ആത്മാവിൽ, തീത്തോസിന്റെ ലേഖനത്തിലായിരിക്കും പറയുന്നത്, സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക എന്ന് പറയുന്നുണ്ട്. അവനെ ബുദ്ധി ഉപദേശിക്കാനായിട്ട്, അവനെ എങ്ങനെയെങ്കിലും യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്. കാരണം കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം നാം മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇനിയും മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ പോരാട്ടത്തില് നീ മുറുകെ പിടിക്കേണ്ടതായ ഒരു സംഗതിയുണ്ട്. എന്താണ്? 12-ാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഓൺ ടു വാട്ട് ഈസ് ഇറ്റേണൽ. ഹോൾഡ് ഓൺ ടു, ടേക്ക് ഹോൾഡ് ഓഫ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. തീമോഥെയോസിന് നിത്യജീവൻ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? തീമോഥെയോസ് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഇപ്പൊ ഒരു സഭാ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. അനേക സാക്ഷികളുടെ മുമ്പാകെ, അല്ലേ, നീ നിഷ്കളങ്കനും അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ, യു മെയ്ഡ് എ ഗുഡ് കൺഫെഷൻ ബിഫോർ മെനി വിറ്റ്നസസ്. നീ അനേകരുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞ് നീ നിത്യജീവൻ അവകാശിയായി തീർന്ന വ്യക്തിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന എന്താ? നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആ നിത്യജീവന്റെ ഒരു സമൃദ്ധിയായ അനുഭവത്തിലേക്ക്, എബണ്ടന്റ് ലൈഫിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നീ ഉത്സാഹിക്കുക എന്നാ പറയും. ടേക്ക് ഹോൾഡ് ഓഫ് ഇറ്റേണൽ ലൈഫ്. എപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം, സഭാ ശുശ്രൂഷകർക്ക് മാത്രമല്ല, ഒരു വിശ്വാസിക്ക്, നമ്മള് രക്ഷിക്കപ്പെട്ടു, ഇനി എങ്ങനെയല്ലോ അങ്ങ് സ്വർഗത്തിൽ ചെന്നാ മതി. ആ നിത്യജീവന്റെ ഒരു സമൃദ്ധിയായ അനുഭവം, അതിലേക്ക് കടക്കുവാനായിട്ട് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എങ്ങനെയാലും ഇവിടെ നിന്നൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി പോയാൽ മതി. അല്ല, നിത്യജീവന്റെ ഒരു സമൃദ്ധിയായ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് തീമോഥെയോസിനോട് പറയുക. പ്രത്യേകിച്ചും ഓർക്കേണ്ടത് ഒരു കാര്യം, ഒരു സഭയുടെ ശുശ്രൂഷയിലായാലും, ഒരു ഇടവകയുടെ ശുശ്രൂഷയിലായാലും, ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയിലായാലും, ഒരു മിഷണറി സംഘടനയുടെ ശുശ്രൂഷയിലാണെങ്കിലും നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യം, നാം ദൈവത്തിന്റെ ജീവൻ കൊണ്ട് നിറയപ്പെട്ടവര് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ.
പലപ്പോഴും ദൈവത്തിന്റെ ആ സമൃദ്ധിയായ ജീവൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, ഞാനൊരു അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ നിത്യജീവന്റെ അനുഭവം എന്റെ ഇടവക്കാരിലേക്ക് പകരുവാൻ ഞാൻ സമൃദ്ധിയായ ജീവൻ അനുഭവിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവര്, നിത്യജീവന്റെ സമൃദ്ധിയായ അനുഭവത്തിലേക്ക്, അത് ഹോൾഡ് ഓൺ ടു വാട്ട് ഈസ് ഇറ്റേണൽ. അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിക്കുക, 3 വാക്കുകളാണ് ഇംഗ്ലീഷില് അവിടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. എഫ് കൊണ്ട് ആരംഭിക്കുന്ന 3 വാക്ക്: ഫ്ലീ, ഫോളോ ആൻഡ് ഫൈറ്റ്. ഫ്ലീ, FLEE, ഫ്ലീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വിരഞ്ഞ് ഓടുക, ആക്രമിക്കാൻ വരുന്ന ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ, സിംഹത്തെ പോലെ വിഴുങ്ങുവാനായിട്ട് വരുന്ന സിംഹത്തിന്റെ അടുക്കൽ നിന്ന് ഓടുന്നത് പോലെ നാം ദ്രവ്യാഗ്രഹത്തെയും ലോകസ്നേഹത്തെയും ലോകമോഹത്തെയും ഒക്കെ വിട്ട് ഓടണം. പിന്നെ ഫോളോ, എന്തൊക്കെയാണ് പിൻപറ്റേണ്ടത്? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഫോളോ ദീസ് തിങ്സ്. പിന്നെ പറയുന്നു, ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതാൻ നിത്യജീവനെ പിടിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടണം. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിച്ച് ആ സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് വരുവാൻ, എല്ലാം ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ, പിമ്പിലുള്ളതിനെ മറക്കുവാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു. ആ വലിയ ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പൗലോസ് ഒരു ഡോക്സോളജിയോടാണ് ഇവിടെ പറയുന്നത്. പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. പൗലോസിന്റെ ഇടയലേഖനങ്ങളിലെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തെയും ജീവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ സത്യം ചെയ്ത് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ. ഇവിടെയും അതുപോലെ പറയുന്നു, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശു, ഹി മേഡ് എ ഗുഡ് കൺഫെഷൻ ബിഫോർ പൈലറ്റ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ വിചാരണ ചെയ്യുമ്പോൾ പീലാത്തോസിന്റെ മുമ്പിൽ നല്ല ഒരു കൺഫെഷൻ, അല്ലെ, തന്നെ കുറിച്ചുള്ള നല്ല സ്വീകാരം കഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. പിന്നീട് 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളില് ഒരു ഡോക്സോളജിയാണ്, ദൈവത്തെ ആരാധിക്കുക. 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും ഈ ഡോക്സോളജി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നു, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായിട്ടുള്ള ദൈവം, ഇമ്മോർട്ടൽ ഇൻവിസിബിൾ ഗോഡ് ഓൺലി വൈസ് എന്ന് ആരംഭിക്കുന്ന ഒരു ഗാനം തന്നെയാണ്. അത് ഈ വാക്യങ്ങളിൽ നിന്നാണ്. അത് ഇംഗ്ലീഷിലെ മനോഹരമായ ഒരു ഗാനമാണ്. വളരെ തിയോളജിക്കലി പ്രൊഫൗണ്ട് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ച് വളരെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണത്. ഇമ്മോർട്ടൽ ഇൻവിസിബിൾ ഗോഡ് ഓൺലി വൈസ്, ഇൻആക്സസിബിൾ, അല്ലേ, ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആ വാക്യങ്ങൾ മനോഹരമായി ഉദ്ധരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ദൈവത്തെ കുറിച്ചുള്ള വലിയ, ഹി ലിവ്സ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ്, ഹി ഈസ് ദ ഇൻവിസിബിൾ ഗോഡ്. വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നുവെന്നാണ് 104-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24-17 മോശ ദൈവത്തെ കാണുവാനായിട്ട് ചെല്ലുമ്പോൾ പർവ്വതം തീ കാളി കത്തിക്കൊണ്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോ അങ്ങനെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു ക്രിസ്തുവിനെ കണ്ടപ്പോ നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം കണ്ടു. അത് ഓർത്തുകൊണ്ടായിരിക്കാം ഇവിടെ പൗലോസ് പറയുന്നത്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, കർത്താതി കർത്താവാണ്, രാജാതി രാജാവാണ്. ഹി അലോൺ ഈസ് ഇമ്മോർട്ടൽ. മറ്റെല്ലാവരും മരിക്കും. മരണമില്ലാത്തവൻ, അമർത്യനായവൻ, ആരും കാണാനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും.
അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് അവസാനമായിട്ട് പറയുകയാണ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കും. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന് ഇവിടെയും പറയുന്നു. നമ്മൾ 17-ാമത്തെ വാക്യത്തിലും വായിച്ചു, നിത്യജീവനെ പിടിച്ചുകൊള്ളണം. സാക്ഷാലുള്ള ജീവനെ പിടിക്കണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ധനത്തിലല്ല ആശ വെക്കേണ്ടത്. പിന്നെ ഇവിടെ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല ആശ വെക്കേണ്ടത്, സകലവും നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിൽ. എന്നിട്ട് ധനവാന്മാരോട് പറയുകയാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം, സൽപ്രവർത്തികൾ ചെയ്യണം. ഒരു വിശ്വാസിയെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുക. നാം രക്ഷിക്കപ്പെട്ടത് സൽപ്രവർത്തി കൊണ്ടല്ല, പക്ഷേ രക്ഷിക്കപ്പെട്ടത് സൽപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരും, ജനറസ് അല്ലെ, മഗ്നാനിമസ്, ഔദാര്യമുള്ളവരായിരിക്കണം. കർത്താവിന്റെ അടുക്കൽ ഒരു പ്രമാണി ഓടി വന്നില്ല, ധനവാനായ ഒരു മനുഷ്യൻ ഓടി വന്നു, നിത്യജീവനെ പ്രാപിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു കൽപ്പനയൊക്കെ പ്രമാണിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം തൊട്ടേ അതെല്ലാം ചെയ്തു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദാരിദ്ര്യർക്ക് കൊടുക്കാം. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ച് അതും ഈ ഭാഗവും കൂടെ ഒന്ന് തട്ടിച്ചു നോക്കി. ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും നമുക്ക് ഔദാര്യമായി തരുന്ന ദൈവത്തിൽ അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കാനും നിങ്ങൾ ഔദാര്യമുള്ളവരായി ദാനശീലരായിരിക്കാനായിട്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വരും കാലത്തേക്ക് നിത്യജീവനിലേക്ക് നല്ലൊരു, യു മേക്ക് എ ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ്, നല്ലൊരു നിക്ഷേപം, നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കും. അപ്പോ മറ്റുള്ളവരെ സഹായിപ്പാനും ദാനം കൊടുപ്പാനും സൽപ്രവർത്തികൾ ചെയ്യുവാനും ഒക്കെ ദൈവവചനം വളരെ നമ്മോട് വ്യക്തമായി കൽപ്പിക്കുന്നുണ്ട്. തീമോഥെയോസ് ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എഫെസോസിലെ സഭയിലുള്ള പണക്കാരോട് ഇത് പ്രത്യേകിച്ച് പറയണമെന്നാ പറയുന്നത്. പണമില്ലാത്തവരും ചെയ്യണം, എന്നാൽ പണക്കാർ പ്രത്യേകിച്ചും ചെയ്യണം, ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതിരിപ്പാൻ. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, ദൈവത്തിൽ ആശ വെച്ചിട്ട് സൽപ്രവർത്തികളിൽ മുമ്പന്മാരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി നിങ്ങൾ നിത്യജീവനിലേക്ക് ഒരു നിക്ഷേപം സ്വരൂപിക്കുന്നവരായിരിക്കണം എന്ന് പറയുകയാണ്. അവസാനം പറയുകയാണ്, അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തി വിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ആ ഉപനിധി എന്ന് പറഞ്ഞാൽ എന്താ? 2 തീമോഥെയോസ് 1:14 ഇത് തന്നെ പറയുന്നുണ്ട്. ആ നല്ല ഉപനിധി നിന്നിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. തീമോഥെയോസിന്റെ 2-ാം ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആ നല്ല ഉപനിധി എന്ന് പറയുന്നത് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആ സുവിശേഷത്തെ നീ കാക്കണം. ഇവിടെ പറയുന്ന ദുരുപദേശക്കാർ വരും, പക്ഷെ നീ നല്ല ഉപദേശത്തെ കാക്കണം. ആ യഥാർത്ഥ സുവിശേഷം നിന്റെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുക. അന്നത്തെ കാലത്ത് ജ്ഞാന മതക്കാരുണ്ടായിരുന്നു. അതാ ഇവിടെ പറയുന്നത്, ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും. അങ്ങനെയുള്ളവർ ജ്ഞാനമതക്കാരെ ഇവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി വന്ന് തർക്കങ്ങൾ ഉണ്ടാക്കുവാൻ, അവരുടെ ഇടയിൽ വന്ന് വേറെ പഠിപ്പിക്കലുകൾക്കൊക്കെ വരുമാൻ. അപ്പൊ അതെല്ലാം ഒഴിഞ്ഞുകൊണ്ട് നീ യഥാർത്ഥ സുവിശേഷം, സത്യസുവിശേഷം, നിർമ്മല സുവിശേഷം, സത്യ ഉപദേശം നീ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഇവിടെയും പറയുന്നു. മറ്റുള്ളവര് മാനുഷിക ജ്ഞാനവും കൊണ്ട് വന്ന് ഇതിനെ തെറ്റിച്ചു കളയുവാനായിട്ട് പോകും. അങ്ങനെയുള്ളവർ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. എന്നാൽ നീ നല്ല ഉപനിധി കാത്തുകൊള്ളുക എന്ന് പറയും. എന്നിട്ട് പറയുകയാണ്, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളോടുകൂടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് തീമോഥെയോസിന് മാത്രം എഴുതിയതല്ല, അല്ലേ? ആ സഭയ്ക്ക് മൊത്തമായിട്ട് എഴുതിയതാണ്. കൃപ, ഗ്രേസ് ബി വിത്ത് യു ഓൾ, നിങ്ങളോട് എല്ലാവരോടും കൂടെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചതാണ്. 2-ാം അധ്യായത്തില് നാം അത് കാണുന്നു.
സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാണ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഞാൻ വരുവാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതും. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തെറ്റായ ഉപദേശങ്ങളുമായി ധാരാളം പേര് കൊണ്ടുവരും. അവര് പലപ്പോഴും ദുരുപദേശങ്ങൾ മുള പൊട്ടുന്നത് പ്രത്യേകിച്ചും വിവിധങ്ങളായ മോഹങ്ങളിൽ നിന്നാണ്. പണസമ്പാദനത്തിനു വേണ്ടി ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരും പ്രശസ്തിക്ക് വേണ്ടിയും ലോകജ്ഞാനത്തിലും ദുരുപദേശങ്ങൾ കൊണ്ടുവരുന്ന അനേകരുള്ള ഒരു കാലത്താണ് പൗലോസ് തീമോഥെയോസിന് ഇത് എഴുതിയത്. ഇന്ന് അതിലേറെ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സഭ എങ്ങനെ ഭരിക്കപ്പെടണം, എങ്ങനെ നടത്തപ്പെടണം, ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഈ ലേഖനം, അതിന്റെ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിനും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നതായിരിക്കട്ടെ. നമുക്കും ഒരു നല്ല പോർ പൊരുതാം, നല്ലൊരു പോരാട്ടം കഴിക്കാം. നീതി, ഭക്തി, വിശ്വാസം, ക്ഷമ, സൗമ്യത ഇവയെ പിന്തുടർന്നുകൊണ്ട്, സ്നേഹത്തെയും പിന്തുടർന്നുകൊണ്ട് നിത്യജീവനെ പിടിക്കുന്നവരായി ലോകത്തിൽ നല്ല പോരാട്ടം കഴിപ്പാൻ, മോഹങ്ങളെ വിട്ടോടുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു.